ഇത് കൊറേ കോമഡി സാധനങ്ങളുണ്ട് പോലെ ചിരിച്ച് ഒരു സ്ക്രീൻ ഇതാക്കട്ടെ. ഇതൊക്കെയല്ല അവൻ സ്പോൺസറിനെ കണ്ട് സംസാരിച്ചാൽ കിട്ടും, പക്ഷെ എവിടെ നിന്ന് കിട്ടും? ഇവന് ചവിട്ട് കിട്ടും, നോക്കിയാൽ മതി. ഇവന് ചവിട്ട് കിട്ടും, ഇവന് വേറൊന്നും കിട്ടൂല. ഇവൻ അങ്ങനത്തെ ഒരു മണ്ടനാണ്. എടാ ഞാനിത് കാണുന്നില്ല, നീ എന്റെ മുഖം എങ്ങോട്ടാ ഉള്ളത് നോക്കി, ഞാൻ ഫ്രണ്ടിലേക്കാ നോക്കുന്നത്. ആ ഇവന്റെ മോന്ത ഞാൻ കാണുന്നില്ല, മനസ്സിലായോ? അല്ല ഇവന്റെ മോന്ത കണ്ടാലും ആ സമയത്ത് ചിരി വരാൻ സംശയമാണ്. കാരണം അത്രയും ദേഷ്യം ഇതുകൊണ്ട്, കാരണം നമ്മൾ അത്രയും കാലം ഉണ്ടാക്കി വെച്ച എല്ലാം ഇങ്ങനെ പൊടിഞ്ഞു വീഴുന്ന ഒരു സിറ്റുവേഷൻ അല്ലടാ. അപ്പൊ പക്ഷെ നീ എന്തൊരു ചിരി വരാണ്ട് നിക്കോ, ഇവന്റെ കൈ കയറി പിടിച്ചിങ്ങനെ അന്നേരം ആക്കി ഇവന്റെ മുഖം കാട്ട മൂക്കട്ടയിൽ ഒലിക്കുന്ന വായിലിങ്ങനെ വറക്കുന്ന ഇത് കാണുമ്പോ ചിരി വന്നിട്ടുണ്ടല്ലോ. ഞാൻ പിടിച്ചെന്ന് ഇന്ന് രാവിലെ നോക്കുമ്പോ ഇഡ്ഡലി വെട്ടി പിഴിങ്ങുന്ന ഇവൻ ഡയറ്റ് എന്നും പറഞ്ഞിട്ട് ഞാൻ കൊടുത്തില്ല ഒരെണ്ണം, തലക്ക് ഒരെണ്ണം ഞാൻ കൊടുത്തു. ഇവൻ ഇഡ്ഡലി എടുത്ത് ചുരുട്ടി പിടിക്കുന്നു, ഞാൻ ഒരെണ്ണം തലക്ക് കൊടുത്ത്. പ്രോപ്പർ ഡയറ്റ് ഇതായിട്ട് ഇവൻ പോയി മറ്റേ കട്ടാക്കിട്ട് വരട്ടെ, ബോഡിയെല്ലാം കട്ടാക്കിട്ട് വരട്ടെ. സുബി സ്കെച്ചില്ലേ, നിസ്കാരെല്ലാം കറക്റ്റ് നടക്കുന്നുണ്ട്, നിസ്കാരം കറക്റ്റ് നടക്കുന്നുണ്ട്. പിന്നെ തീറ്റന്റെ കാര്യം എനിക്കൊരു പേടി. ബ്രോ ഞാൻ എല്ലാവർക്കും അയച്ചു ബ്രോ പ്ലീസ് ഒന്ന് ഹെൽപ്പ്. എടാ ആരെങ്കിലും ഓന്റെ മെസ്സേജിന് ഒന്ന് റിപ്ലൈ കൊടുക്കടാ. എന്താ എന്റെ പേര് EXL സൈക്കോന്റെ മെസ്സേജിന് ഒന്ന് റിപ്ലൈ കൊടുത്തേ. എടാ പാവട കളിയാക്കേണ്ട കാര്യമില്ല. സംഭവന് വിഷമം ഉണ്ടായതിനുള്ളിൽ നല്ല വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഇവൻ കുറച്ച് ഓവർ ആക്കിയെന്ന് എനിക്കൊരു സംശയം. എനിക്ക് ഉറപ്പില്ല, ഇത് പറയാൻ പറ്റില്ല. ഇവനോട് ചോദിക്കുമ്പോൾ ഇവൻ പറയുന്നത് അത്രയും ഉള്ളിൽ ഇതായിട്ട് തന്നെ ഇവൻ ഇതെല്ലാം പറഞ്ഞത്, അല്ലാണ്ട് ഇതാക്കാൻ പറഞ്ഞതല്ല, ഉള്ളിൽ തട്ടിട്ട് തന്നെ പറഞ്ഞതാ പറയുന്നത്. പക്ഷെ എനിക്ക് സംശയം എന്ന് വെച്ചാൽ ഇവൻ കുറച്ച് ഓവർ ആക്കിയത്. കാരണം എങ്ങനെ ഒരു 10-20 മിനിറ്റ് ഒരാൾക്ക് എനക്കെല്ലാം കരയുന്നുണ്ടെങ്കിൽ 10-20 മിനിറ്റ് എനിക്ക് കരയാൻ പറ്റും. ഈ അരമണിക്കൂർ 1 മണിക്കൂർ നിർത്താണ്ട് എങ്ങനെ കരയാൻ പറ്റും? അതല്ലേ ഇത് സംശയം തോന്നുന്നത്. തൊപ്പി എന്റെ നെയിം പറയുന്നത് സൂര്യ കിരൺ ബ്രദർ. തൊപ്പി ഒരു കാര്യം പറയണ്ട്, നാളെ പറയാം. പിന്നെ എന്തിനാ ഇപ്പൊ നീ വന്നിട്ട് സൂപ്പർ ചാറ്റ് ഇട്ട് 159 റുപ്യ എന്തെല്ലാം ടൈപ്പും. നീ എന്തിനങ്ങനെ ചെയ്തു? നീ എന്തിനങ്ങനെ ചെയ്തു? അങ്ങനെ എന്തിനാണ് പോയി പറഞ്ഞു? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? എന്തൊരു നമ്പറാ കാണിക്കുന്നത്? അത് വേണ്ട തെണ്ടി. ഞാനൊന്നും ചെയ്യൂല. പക്ഷെ അങ്ങനെ അല്ലല്ലോ മോനെ, ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് പറയുമ്പോ സൂക്ഷിക്കണ്ടേ? ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞാൽ സൂക്ഷിക്കാൻ. കാണാൻ പോണല്ലോ. അപ്പം നീ തന്നെ അവരോട് ചോദിക്കാം. ഇപ്പൊ കാണുമ്പോ കോമഡി സത്യം പറഞ്ഞുള്ള അത്രയും വിഷമം ഉണ്ടായില്ലടാ. കാരണം നമ്മൾ ആരും ഇതുവരെ കരയുന്ന കണ്ടിട്ടില്ലടാ. അത് ആക്ട് ചെയ്തല്ലാത്തായാലും എനിക്കറിയില്ല. പക്ഷെ അവന്റെ കരച്ചിൽ നമ്മൾ ഇതുവരെ ആരും കണ്ടിട്ടടാ. അത് ഭയങ്കര ഒരു ഇതായിരുന്നു. സത്യമായിട്ടൊരു അബദ്ധം പറ്റില്ല, കേസാക്കരുത്. ഒന്നും ചെയ്യൂല, ഒന്നും ചെയ്യില്ല. ഒരാളെ ഒരു പെണ്ണുങ്ങളും ആരും ഒരു ഫാമിലിയിലും ഒന്നും ഞാൻ പറയൂല. ഇനി ആവർത്തിക്കരുത്. ഓട്ടത്തിന് കാണിച്ച അമ്മച്ചാണ് ഇടിച്ചിന്റെ അടെ ആര് കാര്യം പറ്റും? ഇതെല്ലാം ഒരു ഫണ്ണെല്ലാം കണ്ടാ മതി. ഞാൻ കാര്യം പറയാലോ, ഇതെല്ലാം സ്പാം ചെയ്യുന്ന എല്ലാരും ബ്രോ. അടി ഇതൊരു ഫൺ. നിന്റെ മോന്ത കണ്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ മമ്മുവിന്റെ ഇത് നമ്മള് കളിയാക്കി ചിരിക്കുന്നോണ്ടായിരിക്കും. മമ്മു കരയുന്ന നോക്കി നമ്മൾ കളിയാക്കി ചിരിക്കുന്നത്. എടാ നമ്മ ഒരു കാര്യം പറയട്ടെ, ഇവനിൽ എപ്പോഴും നമ്മൾ ഒന്നിച്ച് നമ്മളെ ഒരു അനിയനായിട്ട് നിൽക്കുന്നത്. ഇവനൊരിക്കലും നമ്മൾ തെരുവിലേക്കൊന്നും എന്തായാലും ഇറക്കി വിടൂല. ഇന്നലെ പുറത്താക്കുന്നുണ്ടെങ്കിൽ തന്നെ, ഇന്നലെ അഥവാ ഇത് MRG പുറത്താക്കാന്നുള്ള ഒരു സാധനം എടുത്താൽ തന്നെ MRG ഗ്യാങ് പുറത്താക്കിയിട്ട് ഇവന്റെ കാര്യങ്ങൾ ഞാൻ നോക്കി. ഇവനൊരിക്കലും ഞാൻ റോട്ടിലൊരിക്കലും ഇറക്കി വിടൂലായിരുന്നു. പിന്നെ ഓനക്കൊരു ഡോസ് കൊടുക്കണമെന്ന് വെച്ചിട്ടാണ് അത്രയും ഓവറാക്കിയത്, മനസ്സിലാവും. അങ്ങനെ ഞാനത് ചിരിച്ചും കളിച്ചും വിട്ട് കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ എന്തോ പറയും, എത്ര ആൾക്കാർ എന്നെ കോൾ ചെയ്ത് എന്തെല്ലാം പറയുന്നറിയോ ഇവനാ ഇതാക്കുന്ന കാര്യം.
പിന്നെ എനക്കവിടെ വേറെ വഴിയില്ലല്ലോ. അപ്പൊ ഒന്ന് നല്ലോണം ഒന്ന് ഇതാക്കി തന്നോനാ, നല്ലൊരു ഡോസ് കൊടുത്തതോ. അത് നന്നായിന്ന് പറയാം, ഓന്റെ നല്ലതിന് വേണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നുള്ളൂ. പിന്നെ ഇത് ട്രോൾസ് എന്നെല്ലാം പറഞ്ഞ ഇതൊരു ഇതാടാ, ഒരു മനസ്സിലായി, ഇതൊരു ഫൺ ഇതിലെടുത്താൽ മതി. ഓനും അങ്ങനെ എടുത്തിട്ടുള്ളൂ. ഓക്കെ, പക്ഷെ ഓനിപ്പോ ചിരിക്കുന്നെല്ലാം കുറവാണല്ലേ. ഇത് നമ്മുടെ ടീമിനൊരു കുഴപ്പമുണ്ട്. നീയാണാ കുഴപ്പം. നീ എങ്ങനെ കറക്റ്റ് എന്റെ ടീമിൽ തന്നെ ഒന്ന് കേറി? എടാ പുറത്താക്കാൻ ആൾക്കാരെ പുറത്താക്കാൻ നടന്നു, മാനേജ്മെന്റ് പുറത്താക്കാൻ എന്നോട് പറഞ്ഞല്ലേ, നീ അങ്ങോട്ട് പോയി പറഞ്ഞു. എനിക്ക് നിന്റെ മുഖത്തേക്ക് നോക്കാൻ തോന്നില്ല. പാവം നിരപരാധിയെ നാട്ടുകാർ ചേർന്ന് ഈ പരുവത്തിലാക്കി. പക്ഷെ സത്യാവസ്ഥ ചേട്ടനെങ്കിലും വിശ്വസിക്കണം. ഞാനൊന്നും ചെയ്യൂല. പാവട മതിയല്ലേ മോത്ത കാണുവാ. പക്ഷെ നമുക്കത് ഇവര് ഇതുവരെ കരഞ്ഞില്ല. ഇവൻ ജീവിതത്തിൽ ഇവന് കരയാനുള്ള ഒരു ഇതുണ്ട് എന്ന് എനിക്ക് അറിയില്ല, മനസ്സിലായി. ഇവൻ കരയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇവൻ കുറച്ച് സാഡാവും, ഈ കാര്യം ക്ഷമ പറയും, മാപ്പ് പറഞ്ഞിട്ട് പോകുന്നതെന്ന് ഞാൻ ചിന്തിക്കുന്നത്. ഇവൻ ഇങ്ങനെ കരയാനുള്ള ഇത് ഇവർക്ക് ഉണ്ട് എന്ന് എനിക്ക് അറിയില്ല. അതാ എനിക്കും വിശ്വസിക്കാൻ പറ്റാണ്ടായ, മനസ്സിലാവും എന്ന് വെച്ചാ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഗ്യാങ് മെമ്പർ ആരാണ്? ഏറ്റവും ഇഷ്ടപ്പെട്ട ഗ്യാങ് മെമ്പർ, ഓക്കെ, അയ്യോ വക്കീൽ ഗ്യാങ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ വക്കീൽ എന്ന് പറയുന്നവൻ 10 ലൈവ് കൂടുമ്പോൾ ഒരു ലൈവിലാണ് വരുന്നത്, മുഖം കാണിക്കുന്നത്. ഇവൻ എന്തിനാ MRGയിലേക്ക് എടുത്തു? ഇവൻ MRGന്റെ കേസ് നോക്കും, നമ്മളെ കാര്യങ്ങളും കേസും ലീഗൽ കാര്യങ്ങളും നോക്കുന്നത് വിചാരിച്ചിട്ട് ഇവൻ MRGയിൽ എടുക്കേണ്ട കാര്യമുണ്ടോ? അത് ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത്. കാരണം അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാ ലൈവിലും വരണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ MRG എന്നുള്ള പേരുണ്ടാവും. അല്ലെങ്കിൽ എല്ലാ ദിവസവും ഇടണം. ലൈവിൽ വരണമെന്നില്ല, എല്ലാ ദിവസവും ഈ വീട്ടിലുണ്ടാവണം. തിരക്കുണ്ടെന്ന് തൊട്ടല്ല, നീ ലൈവിൽ വരണമെന്നില്ല, പക്ഷെ എല്ലാ ദിവസവും കൂടെ വരണം. അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും വരണം. നീ ആഴ്ചയിൽ ഒരു ദിവസം വരുന്നു. ഞാൻ ലേറ്റ് ആണെങ്കിൽ വരുന്നുണ്ട്. അത് പറഞ്ഞ കാര്യം. ഇത് കാണണ്ട, ചാറ്റ് പറ, യെസ് പറഞ്ഞോ. ട്രോൾസ് കാണണ വേണ്ടയോ? എടാ നമുക്കും ഇത് കാണുമ്പോൾ വിഷമെല്ലാം ഉണ്ട്. പിന്നെ നിങ്ങൾക്കും കൂടി എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ ഞാൻ വെച്ചിട്ടാണ് കാണുന്നത്, മനസ്സിലായോ. നമുക്കിത് കാണുന്നത് നമ്മളിത് എൻജോയ് ചെയ്യുന്നൊന്നല്ല. പിന്നെ ഒരു ഫണ്ട് ഒരു ഫണ്ടൊരു ഇതിലെടുക്കാന്നുള്ള ലെവലില് കാണുന്നു, അത്രേ ഉള്ളൂ. ഇനി അങ്ങോട്ട് എന്ത് സീരിയസ് സംഭവങ്ങൾ ഉണ്ടായാലും നമ്മൾ ഇങ്ങനെ ട്രീറ്റ് ചെയ്യും. കാര്യം പറയാലോ, എന്ന് വെച്ചാ മുന്നേ ഇത് തൊപ്പിയന്മാരെ ഒഴിവാക്കിയ ഒരു ട്രിപ്പടി ലൈക്ക് സ്പീഡെന്നോ, ട്രിപ്പ് എങ്ങനെ വേൾഡ് ടൂറോ? എടാ വേൾഡ് ടൂർ പോലെ നമുക്കൊരു കേരള ടൂർ അടിച്ചാലോ? ഇങ്ങനെയുണ്ട്. അതായത് എടാ വേൾഡ് ടൂർ ഞാൻ അടിച്ചിട്ട് കാര്യമില്ല, കാരണം കേരളത്തിന്റെ പുറത്ത് ആർക്കും എന്നെ അറിയില്ല, മനസ്സിലാവും. അപ്പൊ ഒരു ഓളം ഉണ്ടാവില്ല. ഞാൻ പറയുന്നത് നമ്മളൊരു ഇപ്പൊ സ്പീഡ് വേൾഡ് ടൂർ അടിച്ചത് വേൾഡ് മൊത്തം സ്പീഡിനെ അറിയാം. ഇപ്പം ഇത് ചൈനയിൽ പോയാലും ജപ്പാനിൽ പോയാലും കൊറിയ പോയാലും സ്പീഡിന് എല്ലാവർക്കും അറിയാം, മനസ്സിലാവും. ഓരോ രാജ്യത്തും അവനെ അറിയുന്ന ആൾക്കാരുണ്ട്. നമ്മളെ കേരളത്തിൽ മാത്രമേ അറിയൂ. അപ്പൊ ഓരോ ജില്ലകളും ഇങ്ങനെ, അതായത് സ്പീഡ് ഒരു ദിവസം യൂറോപ്പ്, ഒരു ദിവസം അമേരിക്ക, അങ്ങനെ പോകുന്നില്ലേ? അതേപോലെ നമ്മ ഒരു ദിവസം കാസർഗോഡ്, ഒരു ദിവസം കണ്ണൂര്, കോഴിക്കോട്, മലപ്പുറം, ഇങ്ങനെ ഒരു കേരള യാത്ര, തൊപ്പിന്റെ കേരള യാത്ര. ഇതെന്താ രാഷ്ട്രീയം? ഞാൻ രാഷ്ട്രീയ